ഏജനറ്റ് ന്യൂസ് ജനമനസ് പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കൗതുകകരമായ പോരാട്ടം നടക്കുന്ന പായം പഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. ഇവിടെ ഇതുവരെ വിജയം കൊയ്യാൻ സാധിക്കാത്ത BJP ഇക്കുറി പായം പഞ്ചായത്തിൽ താമര വിരിയിക്കാൻ ഒറ്റക്കെട്ടായി പോരാടുകയാണ് ഒരു ദമ്പതികൾ. KB ഉന്മേഷും ഭാര്യ ബബിത ബാബുവുമാണ് ആ സ്ഥാനാർത്ഥികൾ. KB ഉന്മേഷ് പായം പഞ്ചായത്തിലെ 4-ാം വാർഡ് വള്ളിത്തോടിൽ നിന്ന് ജനവിധി നേടുമ്പോൾ ഭാര്യ ബബിത ബാബു 13-ാം വാർഡ് കരിവണ്ണൂരിൽ നിന്നും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്കുമാണ് മത്സരിക്കുന്നത്. നമുക്കവരുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ പായം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളാണ്. ഒരാൾ ബബിത, ഭർത്താവ് ഉന്മേഷേട്ടൻ. അപ്പോൾ പായം പഞ്ചായത്തിൽ താരദമ്പതികളായിട്ട് മത്സരിക്കാനിറങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ടുപേരെയും ദമ്പതികളായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ എങ്ങനെ തോന്നുന്നു സ്ഥാനാർത്ഥിത്വവും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് അവിചാരിതമായിട്ടാണ് നമ്മൾ രണ്ടുപേരും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നത്. ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും എൻ്റെ ഭാര്യ ആദ്യമായിട്ടാണ്. അവൾ രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്താ പറയുക, നല്ല ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. കേന്ദ്രത്തിൻ്റെ ഒരുപാട് ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ഈ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കാൻ നമ്മളെപ്പോലുള്ള, അതായത് ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ നമുക്ക് ഇവിടെ ജയിച്ചു വരുവാണെങ്കിൽ നമുക്ക് മറ്റ് ഒരുപാട് പദ്ധതികൾ നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിയും. ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിയും. അതാണ് മെയിനായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബബിത ചേച്ചിയോട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ബ്ലോക്ക് ഡിവിഷനിലും മത്സരിക്കുന്നുണ്ട്, 13-ൽ കരിവണ്ണ. എങ്ങനെയാണ് 2 സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് എല്ലാവരെയും പോയി കാണാൻ സാധിച്ചോ? കുറച്ചും കൂടി തിരക്കിപ്പോൾ കുറച്ച് കൂടുതലാണ്. ബ്ലോക്കിലായതുകൊണ്ട് തന്നെ എൻ്റെ കീഴിലൊരു 7-8 വാർഡ് വരുന്നുണ്ട്. അപ്പം കരിവണ്ണൂർ വാർഡിൽ എക്സ്ട്രാ പോവുകയും വേണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എല്ലായിടത്തും കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇനിയുണ്ടല്ലോ കുറച്ചുകൂടെ ദിവസങ്ങൾ. ആദ്യമായിട്ടാണ് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു സംഘടന, അതുപോലെ സോഷ്യൽ വർക്കൊക്കെ? എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, പഠിക്കുന്ന സമയത്താണെങ്കിലും രാഷ്ട്രീയമില്ല. പിന്നെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് ഇപ്പം ഈ ഒരു ഇതുകൊണ്ട്, ഈ ഇടകൊണ്ട് വന്ന രാഷ്ട്രീയമാണ്. അതിന് മുന്നേ ഒന്നും രാഷ്ട്രീയമില്ല. പഠിക്കുന്ന സമയത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു തൂണിൻ്റെ മുകളിലൊക്കെ BJP എന്നോ അല്ലെങ്കിൽ ഒരു RSS എന്നോ എഴുതി കാണുന്ന സമയത്ത് എന്തോ വലിയൊരു തീവ്രവാദ സംഘടന എന്നുള്ളൊരു രീതിയിലായിരുന്നു മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ BJPയിലേക്ക് അല്ലെങ്കിൽ RSSലേക്ക് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്താണ് BJP എന്താണ് അല്ലെങ്കിൽ RSS എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം BJP എന്ന് പുറത്തു നിന്ന് അല്ലെങ്കിൽ RSS എന്ന് പുറത്തു നിന്ന് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് അതെന്തോ ഒരു തീവ്രവാദ സംഘടനയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഇതായിട്ടാണ് എല്ലാവരും ചിന്തിക്കുക. പക്ഷെ നമ്മൾ അതിനുള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാം അവരെന്താണ് അല്ലെങ്കിൽ ആ സംഘടന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ബ്ലോക്ക് ഡിവിഷനിലേക്കാണെങ്കിലും അല്ലെങ്കിൽ കരിവണ്ണൂർ വാർഡിലേക്ക് മത്സരിക്കാനാണെങ്കിലും എന്നെ ചുമതലപ്പെടുത്തിയ സമയത്ത് എൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇപ്പം ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളത്, നമ്മൾ വെറുതെ വാഗ്ദാനങ്ങൾ, പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കാതെ നമ്മളത് എന്താ പറയുക, നിറവേറ്റി കാണിച്ചു കൊടുക്കുക. അല്ലാതെ വെറുതെ ഇങ്ങനെ ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യങ്ങളില്ലല്ലോ. നമ്മളത് ചെയ്ത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുക. ഏത് ഓണം കേറാ മൂലയിലും വികസനം എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ മോദിജി പലതരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ആരും അറിയുന്നില്ല. ഇപ്പം ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാലത്തുള്ള ഓരോരുത്തരും. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ അമ്മയാണെങ്കിൽ പോലും ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട്, ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ പുറത്തുനിന്ന് മരുന്ന് വാങ്ങുന്ന സമയത്ത് 4000-5000 രൂപ വരുന്ന മരുന്നുകൾ നമ്മൾ ജനൌഷധിയിൽ കയറി വാങ്ങുകയാണെങ്കിൽ നമുക്ക് 1000-ൽ താഴെ അത്രേ പൈസ വരുന്നുള്ളൂ. അതേപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഉജ്ജ്വൽ കണക്ഷൻ പദ്ധതി വഴി ഗ്യാസ് കണക്ഷൻ കിട്ടുന്നു. അങ്ങനെ സുകന്യ സമൃദ്ധി യോജന, അങ്ങനെ പലതരത്തിലുള്ള പദ്ധതികൾ മോദിജി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ആരും അറിയുന്നില്ല, കേരളത്തിൽ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഉന്മേഷേട്ടൻ ഒരുപാടായി രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നിട്ട്, ഇപ്പോൾ പായം പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഇതുവരെ താമര വിരിയിക്കാൻ സാധിക്കാത്തൊരു പഞ്ചായത്ത് കൂടിയാണ്. പക്ഷേ പണ്ടത്തെ പോലെയല്ല, ഇപ്രാവശ്യത്തിൽ BJPക്ക് ധാരാളം വോട്ട് ബാങ്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു മാറ്റമായിരിക്കുമോ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട്?
അതെ, തീർച്ചയായും ഇതൊരു നല്ല മാറ്റമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് ഒരു വാർത്ത വരുന്നത് ഈ എന്താ പറയുക, ദേശാഭിമാനിയായാലും ശരി മറ്റും അതായത് ന്യൂസുകളിൽ പേപ്പറുകളിൽ അച്ചടിച്ച് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ടൊരു കുട്ടി കിണറ്റിപ്പോയി. കുട്ടി കിണറ്റിൽ പോയിട്ട് കുട്ടീനെ എടുക്കാൻ വേണ്ടി ഒരു അറസ്റ്റുകാരൻ വെള്ളത്തിൽ ചാടി കുട്ടീനെ രക്ഷപ്പെടുത്തി. അപ്പം വാർത്ത എങ്ങനെ വന്നതെന്ന് വെച്ചാൽ RSS ക്രിമിനൽ വെള്ളത്തിൽ പോയ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഈ ക്രിമിനൽ എന്ന് പറയുന്ന ഒരു സംഭവം അവർ അന്ന് അച്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ RSS ഫ്രണ്ടിലുണ്ടാവും, ഇപ്പുറത്ത് ക്രിമിനലിനുണ്ടാവും എന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തലമുറകളൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് എന്താ പറയുക വളരെ ശക്തമായി നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും സത്യം അന്നേരം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു ദിവസങ്ങളോളം എടുക്കും ഒരു ന്യൂസ് ഒന്ന് നമ്മുടെ കയ്യിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു എന്താ പറയുക, ഒരു അപകടം നടന്നാൽ തന്നെ ആ സെക്കൻഡിൽ നമ്മൾ അറിയുന്നുണ്ട് ഇന്ന്. അതുകൊണ്ട് ഈ കള്ളത്തരങ്ങളെ നമുക്ക് എപ്പോഴും മൂടി വെക്കാൻ കഴിയില്ല. അത് ഈ ജനങ്ങൾ അതുപോലെ തന്നെ ഇപ്പം വളർന്നു വരുന്ന തലമുറയായാലും തന്നെ അവർക്കും ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പകുതി ആൾക്കാർ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്കറിയാം. എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പം പ്രവർത്തിക്കുന്നവരുടെ അവർ നന്നാകുകയല്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു രൂപ പോലും ഉപകാരപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം കേരളത്തിൽ കോൺഗ്രസും ഒരുപാട് കാലം ഭരിച്ചു, CPM-ഉം ഒരുപാട് കാലം ഭരിച്ചു. ഇതുവരെ അവർക്ക് എന്താ പറയുക, കേരളത്തിലെ ഈ അതിദാരിദ്ര്യം നീക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്നും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഒരു സഹായമാകുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എന്താ പറയുക ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ 4-ാം വാർഡിൽ മത്സരിക്കുന്നത്. അപ്പോൾ 4-ാം വാർഡ് എന്ന് പറയുന്നത് എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും അധിവസിക്കുന്ന സ്ഥലങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മൾ തോളോട് തോൾ ചേർന്നിട്ടാണ് അവിടെയുള്ള എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും. എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെയാണ്, ആരെയും ഒരു രീതിയിലും വേദനിപ്പിച്ചിട്ടില്ല, ഇനി വേദനിപ്പിക്കാൻ നിൽക്കുകയില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും ബന്ധങ്ങളാണ്. നമ്മളെ സുഹൃത്തുക്കൾ തന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാനൊരു RSS-കാരനായതുകൊണ്ട് എന്നെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ BJP-കാരനായതുകൊണ്ട് മാറ്റി നിർത്താനോ അവർ RSS BJP എന്ന് പറഞ്ഞാൽ മതവർഗീയമായിട്ട് പിന്തിരിപ്പിക്കലാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഒരു ധ്രുവീകരണം ഉണ്ടാക്കുകയാണ് എന്നുള്ളൊരു നറേറ്റീവ് ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ എല്ലായിടെയും ഉണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണെന്നുള്ള സോഷ്യൽ മീഡിയയിലും നിറച്ചും ഈ സംഭവം തന്നെയാണ്. ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടപ്പോഴും എന്ത് പറഞ്ഞാലും മതം വെച്ചിട്ടാണ്, അല്ലാണ്ട് മറ്റ് വികസന കാര്യങ്ങളൊന്നും ഇവർക്ക് ചർച്ച ചെയ്യാനില്ല എന്നുള്ളൊരു നറേറ്റീവാണ് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ്? അതെ, ഇത് പറഞ്ഞ ശരിയാണ്. എന്നുവെച്ചാൽ ഈ നമ്മളിപ്പോൾ പറയുന്നില്ല, ഈ മതത്തിൻ്റെ പേരിൽ ഒരാളെപ്പോലും ഈ BJP-യിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കാണുന്നവർക്ക് വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ വലിയൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ ഒന്നും വേണ്ട, നമ്മളൊരു മുസ്ലിംസ് ആയാലും ശരി, ഒരു ക്രിസ്ത്യൻസ് ആയാലും ശരി, ഇപ്പം ഈ BJP എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം എന്താ വന്നു കഴിഞ്ഞാലേ അവർക്കറിയത്തുള്ളൂ, ഇതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇവർ മറ്റുള്ളവർ പറഞ്ഞ ഒരു സംഭവം ഇതിനകത്തൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ ആ സംഘടനയിലേക്ക് വരണം. അല്ലാതെ നമുക്ക് പുറത്തുള്ളവർക്ക് എന്തും പറയാൻ കഴിയും. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പായം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് യുവജന വോട്ടർമാരുണ്ട് നമ്മുടെ പായം പഞ്ചായത്തിൽ. ഇപ്പോൾ പായം പഞ്ചായത്തിൽ ഇപ്പോൾ ബ്ലോക്കിലാണെങ്കിൽ പോലും ബ്ലോക്കിന് കീഴിലുള്ള ഇതിൽ പോലും യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് അവർക്കിപ്പോൾ കളിസ്ഥലങ്ങളില്ല എന്നുള്ളതാണ്. ഫുട്ബോൾ ഗ്രൗണ്ട്, ഒരു ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അമിതമായ പണം ഈടാക്കിയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനോ അതുപോലെ കളിക്കുന്നതിനോ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് BJP-യുടെ ഒരു വികസന അല്ലെങ്കിൽ ഒരു വാഗ്ദാനം എന്ന രീതിയിൽ ഇതിലൊക്കെ ക്രോഡീകരിച്ചിട്ട് തന്നെയാണോ മുന്നോട്ട് പോവുക? തീർച്ചയായും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇപ്പം കുട്ടികളൊക്കെ കളിച്ച് വളരണം. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ 4-ാം വാർഡിൽ ഞാൻ മത്സരിച്ച് ജയിക്കുവാണെങ്കിൽ നമ്മളെ ആ ഭാഗത്തുള്ള കുട്ടികൾക്ക്, എൻ്റെ ഭാഗത്ത് ഉള്ള കുട്ടികൾക്ക് കളിക്കാൻ ഒരു കളിസ്ഥലമില്ല. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം പഞ്ചായത്തിൽ ഇപ്പം ഞാൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കേ BJP-ൻ്റെ, എങ്കിൽ തന്നെയും നമ്മളിപ്പം കേന്ദ്രത്തിലേക്ക് അവരുമായിട്ട് സംസാരിച്ച്, നമ്മുടെ വലിയ നേതാക്കന്മാരുണ്ട്, മന്ത്രി സുരേഷ് ഗോപിയുണ്ട്, അവരുമായിട്ടൊക്കെ സംസാരിച്ച് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിസ്ഥലങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഞാൻ അതിന് വേണ്ടിയിട്ട് നിൽക്കും. കാരണം നമ്മളെ ഇപ്പം ബ്ലോക്കിൽ ഇവള് മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലോക്കിൽ ഇവള് മത്സരിച്ച് ജയിച്ചാലും നമ്മുടെ സമൂഹത്തിന് വേണ്ട നല്ല കാര്യങ്ങളായിരിക്കും
പൂർണ്ണമായിട്ടും ചെയ്യുക. കാരണം വികസനം മോദി സർക്കാർ ഇന്ന് രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ വികസനങ്ങൾ കാഴ്ചവെച്ച ഒരു സർക്കാരായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ വീട് കയറുമ്പോൾ പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. മറ്റൊന്ന് വെച്ചാൽ നമ്മുടെ 2 വാർഡിലേക്ക്, ഒന്ന് വാർഡിലേക്ക് മത്സരിക്കുന്നത്, ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജനങ്ങളോട്, വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് നൽകാൻ പറ്റുന്ന ഒരു വാഗ്ദാനം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല, എല്ലാം പ്രവർത്തിച്ച് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം വെറുതെ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ആൾക്കാരെ പറ്റിക്കുക എന്നല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുക, നമ്മൾ മാറ്റം വികസനത്തിലൂടെ നമ്മൾ കാണിക്കുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ BJP-യിലേക്ക് അല്ലെങ്കിൽ RSSലേക്ക് വരുന്നവരെയൊക്കെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അവർ എത്രത്തോളം വിദ്യാഭ്യാസം ഉള്ളവരാണ്, അല്ലെങ്കിൽ ഉയർന്ന തലത്തിൽ അവർ ജോലി ചെയ്തവരാണ്, അവർക്കൊരു എന്താ പറയുക നല്ലൊരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല കാഴ്ചപ്പാടുള്ള ചുറ്റുപാടുള്ള ആൾക്കാരാണെന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ എത്രയോ എന്താ പറയുക മഹത് വ്യക്തികൾ നമ്മുടെ ഇടയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ BJP-യിൽ RSSൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാനും ഇന്ന് സംഘടനയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉമേഷ്, നമ്മുടെ വാർഡ് വോട്ടർമാരോട് എന്താണ് ഈ ഒരു വേളയിൽ പറയാനുള്ളത്? അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ രാഷ്ട്രീയം നോക്കരുത്, വികസനത്തിന് എന്താണോ വികസിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ സമൂഹത്തിൽ റോഡുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് വികസിപ്പിച്ചെടുക്കുക. അല്ലാണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആൾക്കാർ മത്സരിച്ച പോലല്ല, ഇത് നല്ല ശക്തമായിട്ട് നിങ്ങൾക്ക് വികസനം എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടി കഴിയും. അതാണ്. ഇത്ര നേരം നമ്മളുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവച്ചത് പായം പഞ്ചായത്തിൽ നിന്ന് ജനുവരി നേടുന്ന ബ്ലോക്കിലേക്കും കരിവണ്ണൂർ വാർഡിലേക്കും മത്സരിക്കുന്ന പവിത, അതുപോലെ ഉന്മേഷേട്ടൻ 4ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഉന്മേഷേട്ടനും കൂടിയാണ്. അപ്പോൾ പായം പഞ്ചായത്തിൽ നിലവിൽ മികച്ച വികസന സ്വപ്നങ്ങളുമായിട്ടാണ് ഇവർ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഭാവി പ്രതീക്ഷകളാണ് ഇവർ പഞ്ചായത്തിന് ബ്ലോക്കിലേക്കും നൽകി ഇവർ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. യുവാക്കളും കൂടിയാണ് ഇവർ. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും AJN ന്യൂസിൻ്റെ ഭാഗമായിട്ട് നൽകുകയാണ്. വിജയിച്ചു വരിക, നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. AJN ന്യൂസിന് വേണ്ടി ക്യാമറമാൻ നവീനൊപ്പം അഫ്ലഹ്.